അരുൺകുമാർ, ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ നിങ്ങൾ ഇറങ്ങുമോ? അങ്ങനെ ചോദിക്കാൻ കാരണം കോൺഗ്രസും CPM-ഉം CPI-യും ഒക്കെ ഇന്ത്യ സഖ്യം എന്ന ഒരു മുന്നണിയായാണ്, ഒരു പൊതു പ്ലാറ്റ്ഫോമായാണ് നിൽക്കുന്നത്. ആ പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യം BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. എന്നിരിക്കെ ഈ വിഷയത്തിൽ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാൻ പോയാൽ കോൺഗ്രസ് കൂടുതൽ ദുർബലമാവുകയുള്ളൂ. ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെങ്കിലും അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെങ്കിലും അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും നിർണായക ദിനം, പ്രത്യേകിച്ച് രാജസ്ഥാനിൽ ദീപാവലി ദിവസമാണ് എന്നാണ് പിന്നീട് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ നോക്കിക്കണ്ടത്. കാരണം ആ ദിവസം വരെ അശോക് ഗെഹ്ലോട്ടിന്റെ ഭരണ നേട്ടങ്ങളായിരുന്നു രാജസ്ഥാനിലെ മുഖ്യ ചർച്ചാ വിഷയമെങ്കിൽ അന്ന് ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായ രാമക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ അവിടെ വാട്സപ്പ് വഴി സോഷ്യൽ മീഡിയ വഴിയൊക്കെ വളരെയധികം പ്രചരിക്കുന്നു. രാമക്ഷേത്രം എന്നൊരു സെന്റിമെന്റ് പെട്ടെന്ന് വരുന്നു. അത് പെട്ടെന്ന് പൊളിറ്റിക്കൽ നറേറ്റീവ് മാറ്റുന്നു. അശോക് ഗെഹ്ലോട്ടിന് തന്നെ ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ടെന്ന് വിശദീകരിക്കേണ്ടി വന്നു. ആ നറേറ്റീവ് മാറി. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇങ്ങനൊരു വിഷയം ഇടയിൽ പോയി വീണ് കഴിഞ്ഞാൽ അവർക്ക് ഇലക്ടറലി മോശം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് സമതുലിതമായ ഒരു നിലപാടെ സ്വീകരിക്കാൻ അവർക്ക് കഴിയൂ. എന്നിരിക്കെ അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കേണ്ടതുണ്ടോ? അഭിലാഷ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നീതിപീഠത്തിലൂടെ പരിഹാരം വേണം എന്നൊരാശയമാണ് CPM ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെച്ചത്. ഞങ്ങൾക്ക് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ആ വിഷയം ശാശ്വതമായി പരിഹരിക്കപ്പെടട്ടെ എന്നതാണ് നമ്മൾ പറഞ്ഞ അഭിപ്രായം. പക്ഷേ രാമക്ഷേത്രത്തിന് വേണ്ടി ഒരു ട്രസ്റ്റ്, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റു തുടർ നടപടികളും സ്വീകരിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ പ്രധാനമന്ത്രി അടക്കം ദേശീയ ഗവൺമെന്റും അതുപോലെ തന്നെ UP-ലെ ഗവൺമെന്റും അടക്കം തികച്ച രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ആ ട്രസ്റ്റിനെ അപ്രസക്തമാക്കിക്കൊണ്ട് ഈ ക്ഷേത്ര നിർമ്മാണം ഏറ്റെടുത്തതും അതിനുവേണ്ടി ശിലാസ്ഥാനം നടത്തിയതും അതിന് പിന്നെ തുടർ നടപടി സ്വീകരിച്ചതും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും ഗൗരവത്തോടെ ഈ രാജ്യം ചർച്ച ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ വിധി തന്നെയാണ്. ഇപ്പൊ BJP-യുടെ പ്രതീതി സുപ്രീം കോടതിയുടെ വിധി വന്നതോടുകൂടി എല്ലാം തീർന്നു എന്നതാണ്. ആ വിധിയിൽ പറഞ്ഞത് ചരിത്രപരമായിട്ടുള്ള 4 തെറ്റുകൾ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന സ്ഥലത്ത് തന്നെ ക്ഷേത്രം പണിയാൻ നിർദ്ദേശിച്ചത്. 1949 ബാലനായ രാമന്റെ വിഗ്രഹം ആ ബാബറി മസ്ജിദിന്റെ ഉള്ളിൽ കൊണ്ടുപോയി സ്ഥാപിക്കാൻ അനുവദിച്ചത് ചരിത്രത്തിലെ 1ാമത്തെ തെറ്റായി സുപ്രീം കോടതി വിലയിരുത്തി. 1986 മറ്റു മതത്തിൽപ്പെട്ടവർക്ക് ബാബറി മസ്ജിദ് തുറന്നു കൊടുത്തത് ചരിത്രത്തിലെ 2ാമത്തെ തെറ്റ്. 1989 മറ്റു മതത്തിലുള്ളവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ബാബറി മസ്ജിദിന്റെ ഉള്ളിൽ അനുവദിച്ചത് ചരിത്രത്തിലെ 3ാമത്തെ തെറ്റ്. 1992 ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചു തകർത്തത് 4ാമത്തെ തെറ്റാണ് എന്ന് സുപ്രീം കോടതി വിലയിരുത്തിയിട്ട് അത് പൊളിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുവരെ വിശേഷിപ്പിച്ചിട്ടാണ് ആ സ്ഥാനത്ത് തന്നെ ക്ഷേത്രം പണിയാൻ അനുവാദം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ചരിത്രപരമായിട്ടുള്ള 4 തെറ്റ് ചെയ്യുമ്പോഴും ഈ രാജ്യം ഭരിച്ചത് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നതെന്നും കോൺഗ്രസിന് ആ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സംഭവത്തിലേക്ക് നയിച്ച ഈ 4 തെറ്റുകളിൽ നിന്നും പിന്തിരിഞ്ഞോടാൻ സാധിക്കില്ല എന്നും നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ഇവിടെ മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണ് വെള്ളി ഇഷ്ടിക കൊണ്ടുപോയി ഈ ബാബറി മസ്ജിദ് പൊളിച്ച് അതിന് പകരം ക്ഷേത്രം പണിയാൻ വേണ്ടി ശിലയിടുമ്പോൾ കൊണ്ടുപോയി വെള്ളി ഇഷ്ടിക കൊടുത്തത്. അതിന്റെ ശിലാസ്ഥാപന ചടങ്ങിലേക്ക് വേണ്ടത്ര പ്രാധാന്യത്തോടെ ഞങ്ങളെ വിളിച്ചില്ല എന്ന് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ്. അതുകൊണ്ട് ഈ ക്ഷണം കോൺഗ്രസ് സ്വീകരിക്കും എന്നതിൽ ഒരാൾക്കും സംശയമില്ല. ഇന്ന് ബഹുമാനപ്പെട്ട VD സതീശനോട് ചോദിക്കുമ്പോൾ അത് കേന്ദ്ര വിഷയമാണല്ലോ, ഞങ്ങൾ ഒന്നും അല്ലല്ലോ പ്രതികരിക്കേണ്ടത് എന്നാണ് പറയുന്ന സാഹചര്യമുള്ളത്. ഇവിടെ തീവ്ര ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാൻ കോൺഗ്രസ് സ്വീകരിക്കുന്നതാണ് കോൺഗ്രസിന് ഇപ്പോൾ ഈ വർത്തമാന കാലത്ത് ഈ രാജ്യത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ള തിരിച്ചറിയാൻ കോൺഗ്രസ് മടിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, നമുക്കറിയാം ലീഗ് അടക്കം UDF-ന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് യോജിച്ചു പോകുന്ന നിരവധി മതനിരപക്ഷ കാഴ്ചപ്പാടുള്ളവരുണ്ട്. ശരി, നമുക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തന്നെ കോൺഗ്രസ് ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ തന്നെ ഈ രാജ്യം ആ നിലപാടിനെ നോക്കി കാണുകയാണ്. ഇപ്പൊ പറഞ്ഞു വന്നതിൽ നിന്നും മനസ്സിലാകുന്നത് പൂർണ്ണമായി 5 പേർക്ക് പോരാൻ, കൂടുതൽ ടിക്കറ്റ് വേണം ഇത് കാണാൻ അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഓടെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേതായാലും ഗൗരവത്തോടെ ഈ രാജ്യം വിലയിരുത്തുമെന്നതിൽ യാതൊരു സംശയമില്ല. ശരി.